നമസ്തേ, വെൽക്കം ടു അവർ ചാനൽ ദ വീൽ ഓഫ് ഫോർച്യൂൺ 7/7 ടാറോട്ട്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ റീഡിങ്ങിൻ്റെ ടോപ്പിക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ പേഴ്സൻ്റെ ആഫ്റ്റർനൂൺ തോട്ട്സ് എന്താണ് എന്നുള്ളതാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. റീഡിങ്സ് ജനറലാണ്, ജെൻഡർലെസ് റീഡിംഗ് ആണ്, ടൈംലെസ് റീഡിംഗ് ആണ്. നിങ്ങൾ എപ്പോൾ കാണുന്ന ഒരു ടൈം മുതൽ നിങ്ങൾക്ക് റെസണേറ്റ് തുടങ്ങുന്നുണ്ടാവും. ഓക്കെ, അതുപോലെ തന്നെ ആർക്കെങ്കിലും എൻ്റെ അടുത്തൊന്ന് പേഴ്സണൈസ്ഡ് റീഡിംഗ് വേണം എന്നുണ്ടെങ്കിൽ നമ്മുടെ സ്ക്രീനിൽ കാണുന്ന നമ്പറിലേക്ക് DM ചെയ്യാം. നമുക്ക് റീഡിങ്ങിലേക്ക് പോവാം. പ്ലീസ് ഗൈഡ് മീ യൂണിവേഴ്സ്. എൻ്റെ വ്യൂവേഴ്സിൻ്റെ പേഴ്സൻ്റെ ആഫ്റ്റർനൂൺ തോട്ട്സ് എന്താണ്? കറൻറ്റ് സിറ്റുവേഷൻ പ്ലീസ്. Seven of Cups, the Hermit, Four of Swords. ഫസ്റ്റിൽ തന്നെ ഇത്രയും കാർഡ്സ് ഇവിടെ വന്നതിൽ ഞാൻ പറയാം, നിങ്ങളുടെ ഈ റിലേഷനെ കുറിച്ചിട്ട് ഈ ഒരു വ്യക്തി അൺഡിസൈഡഡ് ആണ്. ഓക്കെ, 1 minute. ഓക്കെ, ഒരു കോള് കയറി വന്നിട്ടുണ്ടായിരുന്നു. ഞാൻ എപ്പോൾ വീഡിയോ എടുത്താലും അന്നേരം എല്ലാം ആരെങ്കിലുമൊക്കെ വിളിക്കും, പിന്നെ വീഡിയോസ് കട്ടായി പോകേണ്ട അവസ്ഥ വരുന്നുണ്ടാവും. ഓക്കെ, അപ്പം ഈ ഒരു കണക്ഷനെ കുറിച്ചിട്ട് നിങ്ങളുടെ വ്യക്തി അൺഡിസൈഡഡ് ആയിട്ടുള്ളൊരു എനർജിയാണ് എനിക്കിവിടെ ഫീൽ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ റിലേഷൻഷിപ്പ് ഈ ഒരു എനർജിയിലാണ് സ്റ്റക്കാണ് ഈ ഒരു ടൈമിൽ. ടോട്ടലി അങ്ങോട്ടും ഇല്ല ഇങ്ങോട്ടും ഇല്ല എന്നുള്ളൊരവസ്ഥയിലാണ് റിലേഷൻ ഇവിടെ നിൽക്കുന്നുള്ളത്. അപ്പം നിങ്ങളുടെ പേഴ്സൻ്റെ എനർജീസ് ആയിട്ട് നമ്മൾ ചെക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു വ്യക്തി നിങ്ങളും തമ്മിലൊരു നോ കോണ്ടാക്ട് സിറ്റുവേഷനിൽ ആകാനുള്ള ചാൻസസ് ആണ് എനിക്കിവിടെ കാണുന്നുള്ളത്. കാരണം ഈ ഒരു വ്യക്തിക്ക് എന്താ പറയുക, അവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് എന്തെങ്കിലും ഈ ഒരു റിലേഷൻ അവരെ കുറേയധികം സ്ട്രെസ് ഉണ്ടായിരിക്കാം. ഈ റിലേഷനെ കുറിച്ചിട്ട് ഇതിനെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ ആൾക്ക് ഒത്തിരിക്കും സ്ട്രെസ് ഉണ്ടാവാം, ഫിയേഴ്സ് ഉണ്ടാവാം. അപ്പം അതുകൊണ്ട് തന്നെ എന്താണ്, ഈ ഒരു വ്യക്തി ജസ്റ്റ് ഒരു സൈലൻറ്റ് മോഡിലേക്ക് പോകുന്നത്, റിലാക്സേഷൻ ഫേസിലേക്ക് പോയിരിക്കുകയാണ് ഈ ഒരു ടൈമിൽ. അവിടെ നിങ്ങളുടെ ചോദ്യങ്ങൾക്കുള്ള മറുപടിയും തരുന്നുണ്ടാവില്ല, നിങ്ങളുമായിട്ട് കമ്മ്യൂണിക്കേഷനും ഉണ്ടാവുന്നില്ല. ജസ്റ്റ് ഈ ഒരു എനർജിയിലാണ് ഈ ഒരു വ്യക്തി ഇവിടെ ഉള്ളത്. കണ്ടില്ലേ, ആ ഒരു വ്യക്തി കിടക്കുന്ന കണ്ടില്ലേ, അത് കിടന്ന് റെസ്റ്റ് ചെയ്യുകയാണ്, അപ്പോൾ പ്രെയർ ചെയ്യുകയാണ്. എങ്ങനെയെങ്കിലും കാര്യങ്ങളൊക്കെ ഒന്ന് ഓക്കെ ആയാൽ മതിയായിരുന്നു, എന്തെങ്കിലും മിറാക്കിൾസ് നടന്നാൽ മതിയായിരുന്നു എന്നുള്ള പ്രേയേഴ്സും കാര്യങ്ങളുമാണ്. കാരണം ഡിവൈനിൽ ട്രസ്റ്റ് ഉണ്ട്, ഡിവൈൻ എന്തെങ്കിലും നല്ല കാര്യങ്ങളെ ചെയ്യുള്ളൂ എന്നാൾ ട്രസ്റ്റ് ചെയ്യുന്നുണ്ടാവും. അതുപോലെ തന്നെ ദൈവഹിതം പോലെ എല്ലാ കാര്യങ്ങളും നടക്കട്ടെ എന്നുള്ളൊരു തോട്ട്സും ഇവിടെ ഈ ഒരു വ്യക്തിക്ക് ഉണ്ടാവാനുള്ള ചാൻസസ് ഉണ്ട്. ഓക്കെ, അപ്പം ഈ ഒരു ടൈമിലാണെങ്കിലും ശരി, അവർക്കൊരു സോൾ സെർച്ചിങ് എനർജിയാണ്. നമ്മൾ പറയും അവർക്ക് ശരിക്കും അവർ ഈ ഒരു റിലേഷനെ കുറിച്ചിട്ട്, അല്ലെങ്കിൽ ഈ ഒരു വ്യക്തിക്ക് എന്താണ് ഈ റിലേഷനിൽ നിന്ന് വേണ്ടത് എന്നുള്ള രീതിക്ക് മനസ്സിലാക്കാനും കൂടി ഉള്ളൊരു ടൈമാണ് ഇവിടെ നമുക്ക് കാണാൻ പറ്റുന്നുള്ളത്. കാരണം അവിടെ ഈ ഒരു വ്യക്തി പ്രസൻറ്റ് സിറ്റുവേഷനിൽ ഇവരുടെ ഡെയിലി ആയിട്ടുള്ള ഇഷ്യൂസ് അല്ലെങ്കിൽ ഡെയിലി ആയിട്ടുള്ള ആ ഒരു തോട്ട്സും കാര്യങ്ങളും ഒക്കെ ഒന്ന് വിട്ടിട്ട് ശരിക്കും എനിക്ക് ഈ റിലേഷനിൽ എന്താണ് വേണ്ടത് സീരിയസ് ആയിട്ടൊന്ന് ചിന്തിക്കുക. കാരണം നമുക്കൊരു വിഷയത്തെക്കുറിച്ചിട്ട് ഒരു ക്ലാരിറ്റി ഇല്ലാത്ത ടൈമിൽ നമ്മൾ എന്താ ചെയ്യുക, നമ്മൾ അതിനെക്കുറിച്ചിട്ട് ഇരുത്തി ചിന്തിക്കാൻ ആരംഭിക്കുന്നുണ്ടാവും. ശരിക്കും എനിക്കിത് വേണോ അതോ വേണ്ടയോ എന്നുള്ള രീതിക്ക് നമ്മൾ ഇരുത്തി ചിന്തിക്കും. അതിന് വേണ്ടിയിട്ട് കുറച്ച് സമയം നമ്മൾ എടുക്കുന്നുണ്ടാവും. കാരണം നമ്മൾ എടുക്കുന്ന ആ ഒരു ഡിസിഷൻ കറക്റ്റ് ആവണമെന്ന് നിങ്ങൾക്ക് ആഗ്രഹമുണ്ട്. ദെൻ സെക്കൻഡ് കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരിക്കലും ഒരു റോങ് ആയിട്ടുള്ള ഡിസിഷൻ എടുക്കരുത്, പിന്നീട് നാളെ ഒരിക്കലും അതിനെക്കുറിച്ച് ഓർത്ത് പശ്ചാത്തപിക്കരുത് എന്നുള്ളൊരു തോട്ട്സ് നമ്മുടെ ഉള്ളിലുണ്ടാവും. ഓക്കെ, ആ ഒരു സെയിം എനർജിയിലാണ് നിങ്ങളുടെ വ്യക്തി ഇവിടെ ഉള്ളത്. ശരിക്കും ഇവർക്ക് ഈ റിലേഷൻ ആവശ്യമാണെങ്കിൽ തന്നെ എന്തിനാണ് ആവശ്യം, ഇതുകൊണ്ട് ആൾക്ക് എന്തെങ്കിലും ബെനിഫിറ്റ്സ് ഉണ്ടോ എന്നുള്ള രീതിക്കാണ് ഈ ഒരു വ്യക്തി ഇവിടെ ചിന്തിക്കുന്നുള്ളത്. ഓക്കെ, നിങ്ങൾക്ക് പറയുന്ന കേൾക്കുമ്പോൾ കുറച്ച് വിയർഡായിട്ട് തോന്നുന്നുണ്ടാവും, ഈ ഒരു വ്യക്തി എന്താ ഇങ്ങനെ ചിന്തിക്കുന്നത്, എന്നെയും കൊണ്ട് എന്തെങ്കിലും ബെനിഫിറ്റ്സ് ഉണ്ടോ എന്ന് ചിന്തിക്കുന്നത് എന്തുകൊണ്ടാണെന്ന്. മനുഷ്യരാണ്, എപ്പോഴും നമ്മളുടെ ഒരു നൈസ് ആയിട്ടുള്ളൊരു ഇത് കണ്ടിട്ടാവില്ല. അവർക്ക് എന്തെങ്കിലും ബെനിഫിറ്റ്സ് കൂടി ഉണ്ടെങ്കിൽ അവർ നമ്മുടെ കൂടെ നിൽക്കുകയുള്ളൂ. എല്ലാ ബന്ധങ്ങളും അങ്ങനെ തന്നെയാണ്. ഈവൻ അത് ഫ്രണ്ട്ഷിപ്പ് ആയിക്കോട്ടെ, അല്ലെങ്കിൽ ഹസ്ബൻഡ് വൈഫ് റിലേഷൻ ആയിക്കോട്ടെ, എന്താണെങ്കിലും അത് അങ്ങനെ തന്നെയാണ്. ഇപ്പം ഞാൻ എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പം വൈഫ് കൊടുക്കുന്ന സെയിം ഈക്വൽ ഗിവൻ ടേക്ക് ഹസ്ബൻഡ് തരണം എന്ന് വൈഫിന് നിർബന്ധമുണ്ട്. കാരണം എക്സ്പെക്റ്റേഷനാണ്, എക്സ്പെക്റ്റ് ചെയ്യുന്നുണ്ട് അവരിൽ നിന്ന് ആ ഒരു വ്യക്തി. മനസ്സിലായോ? എക്സ്പെക്റ്റ് ചെയ്യാതെ ഒരു ബന്ധങ്ങളും ഒരിക്കലും അൺകണ്ടീഷണൽ എന്നുള്ളൊരു എനർജിയിൽ നിൽക്കാറില്ല, ഒരു റിലേഷനും നിൽക്കാറില്ല. അപ്പം എല്ലാം ഒരു സെൽഫിഷ് റീസൺ കൊണ്ടായിരിക്കും ഓരോ ബന്ധങ്ങളും നിൽക്കുന്നുള്ളത്. ഓക്കെ, അപ്പം ആ ഒരു എനർജിയാണ് എനിക്കിവിടെ സെൻസ് ചെയ്യാനായിട്ട് പറ്റിയിട്ടുള്ളത്. നിങ്ങളുടെ വ്യക്തിയുടെ ആണെങ്കിലും ശരി, നിങ്ങളുടെ ആണെങ്കിലും ശരി. ഓക്കെ,
ആ ഒരു എനർജീസിലാണ് ഇവിടെ നിൽക്കുന്നത്. ശരിക്കും പറഞ്ഞാൽ ആൾ ഒത്തിരി അധികം ഓവർ തിങ്ക് ചെയ്യുന്നുണ്ട്. ഓവർ തിങ്ക് ചെയ്യുന്നത് നല്ല രീതിക്ക് ഓവർ തിങ്ക് ചെയ്യുന്നുണ്ട്. ശരിക്കും പറഞ്ഞാൽ നമ്മളെന്താ ഓവർ തിങ്ക് ചെയ്യുന്നത് എന്താണ്, ഇല്യൂഷനാണ്. പക്ഷേ ആ ഒരു ഇല്യൂഷൻ നമ്മൾ ശരിക്കും ആ ഒരു ഹെർമിറ്റ് ഫേസിൽ നിന്ന്, അല്ലെങ്കിൽ ആ ഒരു 4 ഓഫ് സോഴ്സിൻ്റെ എനർജിയിൽ നിന്ന്, അല്ലെങ്കിൽ ആ ഒരു ഇല്യൂഷൻ ഫേസിൽ നിന്ന് വെളിയിലേക്ക് വരുമ്പോഴായിരിക്കും നമുക്ക് ക്ലിയർ ആയിട്ടൊരു ക്ലാരിറ്റി കിട്ടുന്നത്. യെസ്, ശരിക്കും സിറ്റുവേഷൻസ് ഇതായിരുന്നു. പക്ഷെ ഞാൻ എൻ്റെ ഓവർ തിങ്ക് കാരണം കൊണ്ട് എനിക്ക് ആ ഒരു സിറ്റുവേഷൻസിനെ ക്ലിയർ ആയിട്ട് എനിക്ക് കാണാൻ പറ്റിയിട്ടില്ല. അങ്ങനെ പലപ്പോഴും നമ്മളും റിഗ്രറ്റ് ചെയ്യാറില്ല എന്ന് പറഞ്ഞ ഒരു ഫേസിലാണ് ഈ ഒരു വ്യക്തി ഉള്ളത്. ശരിക്കും പറഞ്ഞാൽ ഇവർ ഇല്യൂഷൻ ഫേസിലാണ്. ഇവർക്ക് ശരിക്കും ഒരു അൺറിയലിസ്റ്റിക് ആയിട്ടുള്ള കുറേ കാര്യങ്ങൾ, ഒരു ഇല്യൂഷൻസ് ആണ് കാണുന്നത്. ശരിക്കും അവിടെ റിയൽ ആയിട്ടും ഈ റിലേഷൻഷിപ്പിൻ്റെ അവസ്ഥ എന്താണ്, ശരിക്കും ഒരുപക്ഷെ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഇയാൾ ചിന്തിച്ച് കൂട്ടുന്നില്ല, മെയിലാണെങ്കിലും ഫീമെയിലാണെങ്കിലും ഡസൻറ്റ് മാറ്റർ, ഈ ഒരു വ്യക്തി ചിന്തിച്ച് കൂട്ടുന്നത് പോലെ ഒരു കാര്യം നിങ്ങളുടെ റിലേഷൻ ഉണ്ടാവില്ല. അത്രയും വലിയൊരു പ്രശ്നമേ ഉണ്ടാവുള്ളൂ. ജസ്റ്റ് ഒന്നൊരു ഡിസിഷൻ എടുത്താൽ തീരാവുന്ന ഇഷ്യൂസേ ഉണ്ടാവുള്ളൂ. പക്ഷേ ഈ ഒരു വ്യക്തി ഒത്തിരി അധികം ഓവർ തിങ്ക് ചെയ്യുന്നുണ്ട്. അതിൻ്റെ റിസൾട്ടായിട്ട് ഈ ഒരു നൈറ്റ് ഓഫ് പെൻറ്റാക്കിൾസിൻ്റെ എനർജീസ് ആണ് വന്നിട്ടുള്ളത്. ടോറസ്, വെർഗോ, കാപ്രിക്കോൺ എനർജീസ്, വിർഗോ എനർജീസ് ആണ് കേട്ടോ. ടോറസ്, വിർഗോ, എർത്ത് എനർജീസ് കൂടുതലായിട്ടും ആക്റ്റീവാണ്. പിന്നെ എയർ സൈനിൽ ലിബ്ര ആക്റ്റീവാണ്. പിന്നെ വാട്ടർ സൈനിൽ സ്കോർപ്പിയോ. നിങ്ങളെ മിസ് ചെയ്യുന്നുണ്ട്, അവർക്ക് ഒത്തിരി അധികം മിസ് ചെയ്യുന്നുണ്ട്. മിസ്സിങ് എനർജിയാണ് നമുക്കിവിടെ കാണാൻ പറ്റുന്നത്. നിങ്ങളുമായിട്ട് സൈലൻറ്റ് ട്രീറ്റ്മെൻറ്റിൽ ഇരിക്കില്ല, നിങ്ങളോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നില്ലാത്ത ഈ ഒരു ടൈമിലും ഈ ഒരു വ്യക്തി ഒത്തിരി അധികം നിങ്ങളെ മിസ് ചെയ്യുന്നുണ്ട്. നിങ്ങളുടെ കൂടെ ആ ഒരു സ്പെൻഡ് ചെയ്തിട്ടുള്ള ആ ഒരു മെമ്മറീസ്, അല്ലെങ്കിൽ ആ ഒരു മൊമെൻറ്റ്സ്, ആ ഒരു വ്യക്തി ഒത്തിരി അധികം എന്താ പറയുക, ആ ഒരു മെമ്മറീസ്, ആ ഒരു മൊമെൻറ്റ്സ് അത് അവർക്ക് തിരികെ വേണം എന്ന് അവർ ആഗ്രഹിക്കുന്നുണ്ട്. കാരണം അവരെ സംബന്ധിച്ചിടത്തോളം ഈ റിലേഷനിൽ ആൾക്ക് ഒത്തിരി അധികം ഹാപ്പിനെസ് ഉണ്ടായിട്ടുണ്ട്. ഓക്കെ, അപ്പം റീവിസിറ്റ് ചെയ്യുകയാണ് നിങ്ങളുടെ റിലേഷൻഷിപ്പിലെ കുറേ കാര്യങ്ങളെ, കുറേ മെമ്മറീസിനെയൊക്കെ ഇടയ്ക്കിടയ്ക്ക് ഈ ഒരു വ്യക്തി റീവിസിറ്റ് ചെയ്യാറുണ്ട്. ഇവർ നിങ്ങളെ മിസ് ചെയ്യാറുണ്ട് ഒരു ഫേസിൽ. ഓക്കെ, 4 ഓഫ് വാൻസിൻ്റെ എനർജീസ് ആണ്. ഞാൻ പറഞ്ഞില്ല, റീകൺസിലേഷനെ റിലേറ്റഡ് ആയിട്ടാണ് ഈ ഒരു വ്യക്തി ഒരു വളരെ ഗാഢമായിട്ടുള്ള ഒരു ചിന്തയിലേക്ക് പോയിട്ടുള്ളത്. ഇനി ഈ റിലേഷനിൽ ഒരു റീകൺസിലേഷൻ വേണോ അതോ വേണ്ടയോ? കാരണം എനിക്ക് തോന്നുന്നു ഈ ഒരു വ്യക്തി ഇവിടെ ഹേർട്ടാണ് ഈ റിലേഷനിൽ. കണ്ടില്ലേ, 3 ഓഫ് സോഴ്സിൻ്റെ എനർജീസ് ആണ്. ഇവരും ഇവിടെ ഹേർട്ടാണ്, നല്ല രീതിക്ക് ഹേർട്ടാണ്. അതൊരു പക്ഷെ നിങ്ങളോട് പറയുന്നുണ്ടാവില്ല ഞാൻ ഹേർട്ടാണ്. അപ്പോൾ എത്ര സ്ട്രോങ് ആയിട്ട് നിൽക്കുന്നൊരു വ്യക്തിയാണെങ്കിലും എന്താണ്, സ്ട്രോങ് ആയിട്ട് നിൽക്കുന്ന ആളുകൾക്ക് ഹേർട്ട് ഉണ്ടാവില്ലെന്നല്ലല്ലോ, അവരും ഹേർട്ട് ആവുന്നുണ്ടാവും. നല്ല ഇൻറ്റൻസ് ആയിട്ടുള്ള രീതിയിൽ അവരായിരിക്കും ഹേർട്ട് ആവുന്നത്. പക്ഷെ എക്സ്പ്രസ് ചെയ്യാൻ, അല്ലെങ്കിൽ ഒരു ഫെമിനിൻ സൈഡുള്ള ആളുകൾക്ക് എന്താണ്, അത് എക്സ്പ്രസ് ചെയ്യുന്നതോട് കൂടി നമുക്കത് ഹീൽ ചെയ്യാൻ പറ്റും. പക്ഷേ അതൊരു മസ്കുലൻ എനർജിയിൽ നിൽക്കുന്ന ഒരു വ്യക്തി, അത് മെയിലാണെങ്കിലും ഫീമെയിൽ ആണെങ്കിലും, അവർ ഹേർട്ടായി കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് അവർക്കൊരു ഹീലാകാൻ കുറച്ച് പാടായിരിക്കും. അതൊരു ട്രോമ ഫേസ് പോലെ നിൽക്കുന്നുണ്ടാവും. സോ ആ ഒരു എനർജിയിലാണ് ഇവിടെ ഈ ഒരു വ്യക്തി ഉള്ളത്. ഒരു ട്രോമ ഫേസ് പോലെ അയാളുടെ ഉള്ളിൽ ഒത്തിരി അധികം ഇൻറ്റൻസ് ആയിട്ടുള്ള ലെവലിൽ ഹേർട്ടായിട്ടുണ്ട്. ഇവിടെ നല്ല രീതിക്ക് ആളും ഹേർട്ടാണ്. നിങ്ങൾ വിചാരിക്കുന്നുണ്ട് നിങ്ങൾ മാത്രമായിരിക്കും ഹേർട്ട് എന്നുള്ളത്. അല്ല, ഈ ഒരു വ്യക്തി നല്ല രീതിക്ക് ഹേർട്ടാണ്. ഇവർ ഈ റിലേഷനിൽ ഒരു ബാലൻസ് വേണം എന്ന് ആഗ്രഹിക്കുന്നുണ്ട്. എന്താ പറയുക, ഇത്രയും ഈ റിലേഷന് വേണ്ടിയിട്ട് നല്ല രീതിക്ക് ഒരു എഫേർട്ട് എടുക്കണം എന്ന് ആഗ്രഹിക്കുന്നുണ്ട്. ഒരു പക്ഷേ നിങ്ങൾ കുറേ എഫേർട്ടുകൾ എടുത്തിട്ടും ഉണ്ടാവാം. ഒരു പക്ഷേ ആ ഒരു എഫേർട്ടിനൊന്നും നിങ്ങൾ ആഗ്രഹിക്കുന്ന രീതിക്കൊരു എന്താ പറയുക, ഒരു ബലം ഉണ്ടായിട്ടുണ്ടാവില്ല. ഓക്കെ, നിങ്ങൾ ആഗ്രഹിക്കുന്ന രീതിക്കുള്ളൊരു ഫലം ഉണ്ടായിട്ടുണ്ടാവില്ല. അപ്പം ആ ഒരു എനർജീസിലും ഈ ഒരു വ്യക്തി ആഗ്രഹിക്കുന്നുണ്ട്, ഞാൻ എത്ര എഫേർട്ട് എടുത്തു, ഞാനും എഫേർട്ട് എടുത്തിട്ടുണ്ട് റിലേഷനിൽ, പക്ഷെ ഞാൻ ആഗ്രഹിക്കുന്ന രീതിക്കുള്ളൊരു ഫലം ഉണ്ടായിട്ടില്ല എന്നുള്ള രീതിക്ക് ആൾക്കും നല്ല രീതിക്ക് സങ്കടമുണ്ട്. ഇപ്പം നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും, അയ്യോ ഞാൻ മാത്രമായിരിക്കുമല്ലോ എഫേർട്ട് എടുത്തത്, എൻ്റെ വ്യക്തി ഒരു എഫേർട്ടും എടുത്തിട്ടില്ലല്ലോ മാഡം എന്ന് നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാവും. ഇതെല്ലാം എൻ്റെ എഫേർട്ട് മാത്രമേ ഉള്ളൂ. പക്ഷെ അങ്ങനല്ല. നിങ്ങളൊരു എഫേർട്ട് എടുക്കുന്ന സമയത്ത് ഓപ്പോസിറ്റ് നിൽക്കുന്ന വ്യക്തി നിങ്ങളുടെ എഫേർട്ട് അക്സെപ്റ്റ് ചെയ്യുന്നതും അതൊരു എഫേർട്ടാണ്. നിങ്ങളൊരു എഫേർട്ട് എടുക്കുന്നു, അതിനെ അക്സെപ്റ്റ് ചെയ്തില്ല, അതിനെ റിജക്റ്റ് ചെയ്ത് വിടുകയാണെങ്കിൽ മൈൻഡ് പോലും ചെയ്യുന്നില്ലെന്നുണ്ടെങ്കിലോ നിങ്ങളുടെ എഫേർട്ട് വളരെ ശൂന്യമായിട്ട് പോകുന്നുണ്ട്. അപ്പം അവിടെ ഒരു വ്യക്തി ക്ഷമിക്കാനല്ല അഡ്ജസ്റ്റ് ചെയ്യാനായിട്ട് റെഡി ആവുന്നുണ്ടെങ്കിൽ അതും എഫേർട്ടാണ്. അപ്പോൾ നിങ്ങൾ എഫേർട്ട് എടുത്തില്ല എന്ന് പറയുമ്പോഴേക്കും നിങ്ങൾ ജസ്റ്റ് ഒന്ന് ചിന്തിക്കുക, ഒന്നുകൂടെ ഒന്ന് ചിന്തിക്കുക, എഫേർട്ട് എടുത്തിട്ടില്ലേ, അതോ ഉണ്ടോ, അത് എൻ്റെ തോട്ട്സ് ആണോ, അത് ഞാൻ ആൾ എഫേർട്ട് എടുത്തിട്ടില്ല. അതൊരു ആക്ഷൻ ഫോമിലാവണം എന്നില്ല എഫേർട്ട്. നിങ്ങൾ അങ്ങോട്ടേക്ക് എടുക്കുന്ന എഫേർട്ടിന് ഒരു പോസിറ്റീവ് ഔട്ട്കം തരുന്നതും, അല്ലെങ്കിൽ നിങ്ങളൊരു മെസ്സേജ് അയക്കുകയാണ്, റെസ്പോണ്ട് ചെയ്യുന്നത് പോലും ഒരു എന്താ പറയുക എഫേർട്ടാണ്. ഓക്കെ, യെസ്. Queen of Pentacles,
ഇവരുള്ളിൽ ഒത്തിരിയധികം മെൻ്റൽ കോൺഫ്ലിക്ട്സ്, ഇന്നർ കോൺഫ്ലിക്ട്സ് ഒക്കെ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു എനർജീസാണ് ഇവിടെ കാണാൻ പറ്റുന്നത്. ക്യാമറ ഫോക്കസ്ഡ് ആവുന്നില്ല അല്ലേ? ഐ ഡോണ്ട് നോ വൈ. സി, ഈ ഒരു എനർജീസിലാണ് നിങ്ങളുടെ വ്യക്തിയുടെ മൈൻഡ് ഇരിക്കുന്നത്. നല്ല രീതിക്ക് ഇന്നർ കോൺഫ്ലിക്ട്സ് ഈ ഒരു വ്യക്തിയുടെ ഉള്ളിലുണ്ട്. അപ്പം ആ ഒരു കോൺഫ്ലിക്ട്സും കാര്യങ്ങളും ഒക്കെ ആയിട്ട് ഇങ്ങനെ എന്താ പറയുക, ഒരു ക്ലാരിറ്റി ഇല്ലാത്തൊരവസ്ഥയിലാണ് ഈ ഒരു ടൈമിൽ നിൽക്കുന്നത്. അതുകൊണ്ടാണ് നിങ്ങൾക്കൊരു കമ്മ്യൂണിക്കേഷനും കിട്ടാതിരിക്കുന്നുള്ളത്. പിന്നെ കാർഡ്സിൻ്റെ എനർജീസ്, ഇത് കറൻറ്റ് എനർജീസ്, തോട്ട്സ്, കാര്യങ്ങളൊക്കെ ഇതൊക്കെ ഷിഫ്റ്റ് ആകും എനർജീസ് കേട്ടോ. നിങ്ങൾ ഇന്നത്തെ ഈ ഒരു റീഡിങ് കണ്ടിട്ട് നിങ്ങൾ പറയുക അയ്യോ ഇങ്ങനെയാണല്ലോ അങ്ങനെയാണല്ലോ എന്ന് വിചാരിച്ച് നിങ്ങൾ ഇരിക്കേണ്ട. എനർജി ഷിഫ്റ്റ് ആകും. നമ്മൾ ഫ്യൂച്ചറൊക്കെ പറയുന്നതല്ല ഷിഫ്റ്റ് ആകുമെന്ന് പറഞ്ഞത്. പ്രസൻറ്റ് എനർജീസ്, ഒരു വ്യക്തി, നമ്മൾ തന്നെ 24/7 നമ്മളുടെ ക്യാരക്ടർ, നമ്മുടെ മൈൻഡിലുള്ള തോട്ട്സുകൾ ചേഞ്ച് ആയിക്കൊണ്ടിരിക്കും. കാരണം നമ്മുടെ മൈൻഡിന് എപ്പോഴും എന്താ ഒരു ജോലിയേ ഉള്ളൂ, എപ്പോഴും ചിന്തിച്ചുകൊണ്ടിരിക്കുക ഒരു ജോലി മാത്രമേ ഉള്ളൂ. നമ്മളെപ്പോലെ എപ്പോഴും 100-200 കാര്യങ്ങൾ ചെയ്യാനായിട്ട് ആക്ഷൻ ഫോമിൽ ഇല്ല. അതിനൊരു കാര്യമേ ഉള്ളൂ, നമ്മളിങ്ങനെ ചിന്തിച്ചുകൊണ്ടിരിക്കുക, നമ്മളെ കൂടി ടെൻഷൻ അടിപ്പിക്കുക എന്നുള്ളൊരു കാര്യം മാത്രമേ ഉള്ളൂ. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ മെഡിറ്റേഷൻസ് ഒക്കെ ചെയ്ത് മൈൻഡിനെ കൺട്രോളിൽ കൊണ്ടുവരണമെന്ന് പറയുന്നത്. എഗെയിൻ അത് നമ്മൾ വിട്ടേക്കാം, ആ ഒരു കാര്യത്തിലേക്ക് നമ്മളിപ്പോൾ പോകുന്നില്ല. ഓക്കെ, അത്രയും ഇൻറ്റൻസ് ആയിട്ടുള്ള ലെവലിൽ ഈ ഒരു വ്യക്തി നിങ്ങളെ വെയിറ്റ് ചെയ്യുന്നുണ്ട്. പക്ഷേ എന്താണ്, ഇവർ ചിന്തിക്കുന്ന ഒരു കാര്യമുണ്ട്, എല്ലാ കാര്യങ്ങളും ഇമോഷണലായിട്ട് ചിന്തിച്ചിട്ടും കാര്യമില്ല. കുറച്ച് കാര്യങ്ങൾ പ്രാക്ടിക്കലായിട്ട് ചിന്തിക്കേണ്ട കാര്യങ്ങൾ പ്രാക്ടിക്കലായിട്ട് ചിന്തിക്കണം. അവിടെ ഇമോഷൻസിനെ സപ്രസ് ചെയ്യണം എന്നുണ്ടെങ്കിൽ സപ്രസ് ചെയ്തേ പറ്റുള്ളൂ. അങ്ങനെയുള്ളൊരു തോട്ട്സും ഈ ഒരു വ്യക്തിയുടെ മൈൻഡിൽ റീസെൻ്റായിട്ട് വന്ന് കയറിയിട്ടുണ്ട്. എനിക്കത് ഇവിടെ കാണാൻ പറ്റുന്നുണ്ട്. നല്ല രീതിക്ക് ഓവർ തിങ്ക് ചെയ്യുന്നുണ്ട് നിങ്ങളുടെ വ്യക്തി. അപ്പം ഇന്നലെ ന്യൂ മൂണൊക്കെ ആയിരുന്നു അല്ലേ? നമുക്ക് ജസ്റ്റ് മൂണോളജി എടുത്തിട്ട് ജസ്റ്റ് ഒരു ഗൈഡൻസ് നോക്കാം. എന്തെങ്കിലും ഷിഫ്റ്റുകൾ വല്ലതും വന്നിട്ടുണ്ടോ ആളുടെ എനർജിയിൽ? നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം. നോക്കണമെന്ന് നിർബന്ധമില്ല, കാരണം നമ്മൾ ഫുൾ മൂൺ എനർജീസിലല്ലേ മൂണോളജി ചെക്ക് ചെയ്യാറുള്ളൂ. ഡിവൈൻ പ്ലീസ് ഗൈഡ് മീ. ന്യൂ മൂൺ എനർജീസിൽ എന്തെങ്കിലും ചേഞ്ചസ്, ഷിഫ്റ്റ്സ് വന്നിട്ടുണ്ടോ എൻ്റെ വ്യൂവേഴ്സിൻ്റെ പേഴ്സണ്? എപ്പോഴും ഹാപ്പി ആയിട്ടിരിക്കുക കേട്ടോ. ഇറ്റ്സ് ടൈം ടു ടേക്ക് ആക്ഷൻ. ഒരു പക്ഷേ ഈ റീഡിങ്ങിൽ എനർജീസ്, നിങ്ങളുടെ എനർജീസ് ആണ് ഞാനിപ്പോൾ റീഡ് ചെയ്തെന്നുണ്ടെങ്കിൽ ഇറ്റ്സ് ടൈം ടു ടേക്ക് ആക്ഷൻ എടുക്കാനാണ് പറയുന്നുള്ളത്. പിന്നെ മെഡിറ്റേഷൻ ചെയ്യാൻ പറയുന്നുണ്ട്. ഒരു ആക്ഷൻ എന്ന് പറയുമ്പോഴേക്കും അതൊരു ഫിസിക്കൽ ഫോമിലായിരിക്കില്ല. ചിലപ്പോൾ നിങ്ങളോട് മൂവ് ഓൺ ചെയ്യാനായിരിക്കും പറയുന്നുണ്ടാവില്ല. നിങ്ങളുടെ മൈൻഡിൽ ഇപ്പം മൂവ് ഓൺ ചെയ്യണം എന്നുള്ളൊരു തോട്ട്സ് ആയിരിക്കും ആക്ഷൻ ഫോമിൽ എടുക്കാനായിട്ട് നിങ്ങൾ എടുക്കാതിരിക്കുന്നുള്ളത്. നിങ്ങളുടെ മൈൻഡിൽ അതൊരു ആക്ഷനാക്കി നിങ്ങൾ കൊണ്ടുവരാനായിരിക്കാം പറയുന്നത്. എക്സാമ്പിളാണ് ഞാൻ പറഞ്ഞത്. അതല്ല, നിങ്ങളുടെ മൈൻഡിൽ എന്തെങ്കിലും റിലേഷന് വേണ്ടിയിട്ട് ആക്ഷൻ എടുക്കണമെന്നുണ്ടെങ്കിൽ ആ ഒരു ആക്ഷൻ എടുക്കാനുള്ള ഗൈഡൻസ് ആണ്. എന്തും ആവാം, നിങ്ങളുടെ ഇൻഡ്യൂഷൻസ്, നിങ്ങളുടെ മൈൻഡിൽ എന്താണോ ഉള്ളത് ആ ഒരു കാര്യത്തിനനുസരിച്ചിട്ട് ടേക്ക് ആക്ഷൻ എന്നുള്ളൊരു എനർജിയാണ്. ഇറ്റ്സ് ടൈം ടു ടേക്ക് ആക്ഷൻ. ഡോണ്ട് ലെറ്റ് യുവർ പാസ്റ്റ് ഹോൾഡ് യു ബാക്ക്. പാസ്റ്റ് ഈസ് പാസ്റ്റ്. പാസ്റ്റിനെ ഒരിക്കലും നിങ്ങളുടെ ഈ ഒരു പ്രസൻറ്റ് ലൈഫിലേക്ക് തിരിച്ചു വിളിക്കാൻ പാടില്ല. കോൺഫിഡൻസ് ഈസ് കീ ടു യുവർ സക്സസ്. ന്യൂ റൊമാൻറ്റിക് സൈക്കിൾസ് ബിഗിൻസ്. ഇവിടെ ഒരു ന്യൂ റൊമാൻറ്റിക് സൈക്കിൾസ് ബിഗിൻസ് എന്നുള്ളൊരു കാർഡ് വന്നിരിക്കുന്നത് കണ്ടോ? അപ്പോൾ നിങ്ങളുടെ അടുത്തേക്ക് വീണ്ടും ഈ ഒരു വ്യക്തി തിരിച്ചു വരും എന്ന് തന്നെയാണ് എനിക്കിവിടെ കാണാൻ പറ്റുന്നുള്ളത്. പുതിയൊരു റൊമാൻറ്റിക് സൈക്കിൾ റിലേഷനിൽ സ്റ്റാർട്ട് ആവും, ഒരു ന്യൂ ബിഗിനിങ് ഉണ്ടാകും എന്നാണ് ഇവിടെ കാണിക്കുന്നുള്ളത്. പക്ഷേ അതിന് വേണ്ടിയിട്ട് നിങ്ങൾ കോൺഫിഡൻസ് കൂടിയിരിക്കുക. കോൺഫിഡൻസ് ഈസ് യുവർ കീ ടു യുവർ സക്സസ്. നിങ്ങൾ ഇന്നർ വർക്ക്സ് ഒക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ, നിങ്ങൾ എന്തെങ്കിലും പ്രേയേഴ്സ്, ദുവാസ് ഒക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ നന്നായിട്ട് പ്രേയേഴ്സ് ചെയ്ത് തന്നെ ഇരിക്കുക. മാനിഫെസ്റ്റേഷൻ ചെയ്യുന്നൊക്കെ ഉണ്ടെങ്കിൽ ഒരിക്കലും ഗിവ് അപ്പ് ചെയ്യാൻ പാടില്ല. ഡോണ്ട് ഗീവ് അപ്പ് എന്നാണ് ഇവിടെ പറയുന്നുള്ളത്. സോ അതുപോലെ തന്നെ പാസ്റ്റിലെ കാര്യങ്ങളെ പ്രസൻറ്റ് ലൈഫിലേക്ക് കൊണ്ടുവന്ന് അകപ്പടെ കുളമാക്കി ലൈഫിനെ മൊത്തം ഡിസ്ട്രോയ് ചെയ്യാതിരിക്കുക എന്നുള്ളൊരു ഗൈഡൻസും നമുക്കിവിടെ കിട്ടുന്നുണ്ട്. ഓക്കെ, ഡോണ്ട് ലെറ്റ് യുവർ പാസ്റ്റ് ഹോൾഡ് യു ബാക്ക്. അപ്പോൾ ഇവിടെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മന്ത്സ് ഞാൻ പറയാം കേട്ടോ, കുറച്ച് പേർക്ക് യൂസ്ഫുൾ ആവും. നിങ്ങളുടെ റീഡിംഗ് ആണെന്ന് കൺഫേം ചെയ്യാൻ. ഇവിടെ മെയ് ഇമ്പോർട്ടൻ്റ് ആണ്, ജൂൺ ഇമ്പോർട്ടൻ്റ് ആണ്, അതുപോലെ തന്നെ 7 ഡേറ്റ് ഇമ്പോർട്ടൻ്റ് ആണ്, 4 ഇമ്പോർട്ടൻ്റ് ആണ്, 11 ഏഞ്ചൽ നമ്പർ ഇമ്പോർട്ടൻ്റ് ആണ്, 9 ഇമ്പോർട്ടൻ്റ് ആണ്, 4 ഇമ്പോർട്ടൻ്റ് ആണ്, 6 ഇമ്പോർട്ടൻ്റ് ആണ്, 5 ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, ഇത്രയും നമ്പേഴ്സ് ഇമ്പോർട്ടൻ്റ് ആണ്. സൈൻസ് ടോറസ്, വിർഗോ, കാപ്രിക്കോൺസ്, ഏരീസ് ആണ് കേട്ടോ. ഏരീസ് ഫയർ സൈൻ ആണ്. ലിയോ ഉണ്ട് കേട്ടോ, അതും ഫയർ സൈൻ ആണ്. പിന്നെ സംതിങ് ഈസ് റിലേറ്റഡ് ടു സൗത്ത്.
സൗത്ത് നോർത്ത് സൗത്ത് വെസ്റ്റ് അങ്ങനെ ഉണ്ടല്ലോ, അതിൽ സൗത്ത് ഇമ്പോർട്ടൻ്റ് ആണ്. എനിക്കറിയില്ല എന്തുകൊണ്ടാണ് ആ ഒരു ദിശ പറഞ്ഞിട്ടുള്ളത്, ആ ഒരു ദിക്ക് പറഞ്ഞിട്ടുള്ളതെന്ന് എനിക്കറിയില്ല. സൗത്ത് ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മൾ ഇതിനു മുമ്പ് അങ്ങനെ പറഞ്ഞിട്ടൊന്നുമില്ല അല്ലേ. ഇതിപ്പം പ്രസൻ്റ്ലി ചാനൽഡ് മെസ്സേജസ് ആണ്, സൗത്ത് ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, അപ്പം ഇതായിരുന്നു നമ്മുടെ ഇന്നത്തെ റീഡിംഗ് എന്ന് പറഞ്ഞാൽ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക ആൻഡ് ഹിറ്റ് ദി ബെല്ലൈക്കൻ. ഡോണ്ട് ഫോർഗെറ്റ് ദാറ്റ്. ബെല്ലൈക്കൻ എനേബിൾ ചെയ്യുമ്പോൾ ഓൾ എന്നുള്ള ഓപ്ഷൻ എനേബിൾ ചെയ്യാൻ ശ്രമിക്കുക സൈഡിൽ. എന്നാൽ മാത്രമായിരിക്കും നിങ്ങൾക്ക് റീഡിങ്സ് പ്രോപ്പറായിട്ട് കിട്ടുന്നുണ്ടാവുക. സോ താങ്ക് യു സോ മച്ച്.